ഓം ശാന്തി. 29/6/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കൂ. എങ്കിൽ പുഷ്പത്തിൽ സുഗന്ധം വന്നുകൊണ്ടിരിക്കും. ദേഹാഭിമാനത്തിന്റെ ദുർഗന്ധം ഇല്ലാതാവുകയും ചെയ്യും. ചോദ്യം: തന്റെ സുഗന്ധം 4 വശത്തും വ്യാപിപ്പിക്കുന്ന സത്യമായ പൂക്കൾ അഥവാ ഈയാമ്പാറ്റകൾ ആരാണ്? ഉത്തരം: അനേകരെ തനിക്ക് സമാനം സുഗന്ധമുള്ള പുഷ്പമാക്കി മാറ്റുന്നവരാണ് സത്യമായ പുഷ്പങ്ങൾ. ശ്രീമതം അനുസരിച്ച് ജീവിച്ച് ബാബയാകുന്ന പ്രകാശത്തിൽ എരിഞ്ഞമർന്നവർ, അർത്ഥം പൂർണമായും ബലിയർപ്പണമാകുന്നവർ. ജീവിച്ചിരിക്കെ മരിക്കുന്നവരായ സത്യമായ ഈയാമ്പാറ്റകളുടെ അഥവാ ഇങ്ങനെയുള്ള പൂക്കളുടെ സുഗന്ധം സ്വതവേ തന്നെ 4 ഭാഗത്തേക്കും വ്യാപിക്കുന്നു. ഗീതം സഭയിൽ തെളിഞ്ഞ ദീപം. ഓം ശാന്തി. ഈയാമ്പാറ്റകളെല്ലാം ഗീതം കേട്ടു. ഈയാമ്പാറ്റകളെന്നോ പൂക്കളെന്നോ പറയൂ, കാര്യം ഒന്ന് തന്നെയാണ്. കുട്ടികൾ മനസ്സിലാക്കണം, നമ്മൾ സത്യമായ ഈയാമ്പാറ്റകളാണോ അതോ വെറുതെ ചുറ്റിക്കറങ്ങി പോവുകയാണോ? ബാബയാകുന്ന പ്രകാശം തന്നെ മറന്നുപോകുന്നു. ഓരോരുത്തരും അവനവന്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ എത്രത്തോളം പുഷ്പമായി ജ്ഞാനത്തിന്റെ സുഗന്ധം വ്യാപിപ്പിക്കുന്നുണ്ട്? ആരെയെല്ലാം തനിക്ക് സമാനം പുഷ്പമാക്കി മാറ്റി? ബാബയാണ് ജ്ഞാനസാഗരനെന്ന് കുട്ടികൾക്കറിയാം. ബാബയ്ക്ക് എത്ര സുഗന്ധമാണ് ഉള്ളത്? നല്ല ഈയാമ്പാറ്റകൾ അഥവാ നല്ല പൂക്കളിൽ നിന്ന് തീർച്ചയായും നല്ല സുഗന്ധം വരും. അവർ സദാ സന്തോഷത്തിലിരുന്ന് മറ്റുള്ളവരെയും തനിക്ക് സമാനം പുഷ്പമാക്കി അഥവാ ഈയാമ്പാറ്റകളാക്കി മാറ്റും. പൂവല്ലെങ്കിൽ മൊട്ടാക്കിയെങ്കിലും മാറ്റും. ജീവിച്ചിരിക്കെ മരിക്കുന്നവരാണ് പൂർണ്ണ ഈയാമ്പാറ്റകൾ. അവരാണ് ബലിയർപ്പണമാകുന്നത് അഥവാ ഈശ്വരീയ സന്താനങ്ങളായി മാറുന്നത്. പാവപ്പെട്ട കുട്ടികളെ ധനവാന്മാർ ദത്തെടുക്കുമ്പോൾ അവർക്ക് പിന്നീട് ധനവാന്മാരായ അച്ഛനമ്മമാരുടെ ഓർമ്മ മാത്രമേ വരൂ. കാരണം അവരിൽ നിന്നല്ലേ ധനം ലഭിക്കൂ. സാധു സന്യാസിമാരെല്ലാം സാധന ചെയ്യുന്നത് മുക്തിധാമത്തിലേക്ക് പോകാനാണ്. എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നത് മുക്തിധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അവർക്ക് മുക്തിയുടെ അർത്ഥം തന്നെ മനസ്സിലാകുന്നില്ല. ചിലർ പറയും ജ്യോതി ജ്യോതിയിൽ ലയിക്കും. മറ്റു ചിലർ മനസ്സിലാക്കുന്നു വാണിയിൽ നിന്നുപരി നിർവാണധാമത്തിലേക്ക് പോകുന്നു. നിർവാണധാമത്തിലേക്ക് പോകുന്നതിന് ജ്യോതിയിൽ പോയി ലയിക്കുക അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നു പറയില്ല. നമ്മൾ ദൂരദേശത്തിൽ വസിക്കുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം. ഈ അഴുക്ക് ലോകത്തിലിരുന്ന് എന്തു ചെയ്യാനാണ്? ആരെ കാണുകയാണെങ്കിലും ഇത് പൂർവ്വനിശ്ചിത ഡ്രാമയാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. സത്യയുഗം, ത്രേതയുഗം, പിന്നീട് സംഗമയുഗം. സത്യയുഗത്തിനു ശേഷം ത്രേതായുഗത്തിന്റെ സംഗമമാണ് ഉണ്ടാകുന്നത്. യുഗങ്ങൾ കറങ്ങുമ്പോൾ കൽപ്പവും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെ ബാബ ഓരോ യുഗത്തിലും വരുന്നില്ല. ബാബ പറയുന്നു, എല്ലാവരും തമോപ്രധാനമായി മാറുമ്പോൾ, കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ കൽപ്പത്തിന്റെ സംഗമത്തിലാണ് ഞാൻ വരുന്നത്. ഓരോ യുഗം പൂർത്തിയാകുമ്പോഴും കലകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ പൂർണമായും ഗ്രഹണം ബാധിക്കുന്നുവോ അപ്പോഴാണ് ബാബ വരുന്നത്. ബാബ ഓരോ യുഗത്തിലും വരുന്നില്ല. ബാബ ഈയാമ്പാറ്റകൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. ഈയാമ്പാറ്റകളും സംഖ്യാക്രമം അനുസരിച്ചാണ്. ചിലർ കത്തിയെരിഞ്ഞ് മരിക്കുന്നു. മറ്റു ചിലർ ചുറ്റിക്കറങ്ങി തിരിച്ചു പോകുന്നു. നിങ്ങൾ മാത്രമാണ് ശ്രീമതം അനുസരിക്കുന്നത്. അഥവാ ശ്രീമതം പാലിക്കുന്നില്ലെങ്കിൽ മായ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീമതത്തിന് ഒരുപാട് മഹിമയുണ്ട്.
ശ്രീമദ് ഭഗവത്ഗീത എന്നാണ് പറയുന്നത്. പിന്നീട് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയവരുടെ ബുദ്ധി രജോ പ്രധാനമായത് കാരണം കൃഷ്ണൻ ദ്വാപരയുഗത്തിലാണ് വരുന്നതെന്ന് ചിന്തിച്ചു. ആദി സനാതന ദേവീദേവതാ ധർമ്മം പ്രായേണ ലോപിച്ചു പോകുമ്പോഴാണ് ബാബ വരുന്നത്. ബാക്കി എല്ലാ ധർമ്മങ്ങളും ഉണ്ട്. വാസ്തവത്തിൽ ദേവതാധർമ്മത്തിലുള്ള മനുഷ്യർ അപ്രത്യക്ഷമാകുന്നില്ല. പക്ഷേ നമ്മൾ ദേവീദേവതാ ധർമ്മത്തിലുള്ളവരാണെന്ന് മറന്നുപോകുന്നു. സ്വയം ഹിന്ദു ധർമ്മത്തിലുള്ളവരാണെന്ന് പറയുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. മറന്നുപോയാൽ മാത്രമല്ലേ ബാബയ്ക്ക് വന്ന് ദേവീദേവതാ ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കൂ. ദുഃഖധാമത്തിൽ നിന്ന് സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത് ഒരു ബാബ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നരകത്തിന്റെ അധികാരികളാണെന്ന് നിങ്ങൾ പറയുന്നു. ലോകം തമോപ്രധാനമാവുക തന്നെ വേണം. എല്ലാവരും പതീതമായതുകൊണ്ടാണ് പാവനമായവരുടെ മുന്നിൽ പോയി നമിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, ശ്രീമതം പാലിക്കൂ. ശിരസിൽ ജന്മജന്മാന്തര പാപഭാരം ധാരാളമുണ്ട്. ഇല്ലെങ്കിൽ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കേണ്ടതായി വരും. ആത്മാവ് നിർലേപമാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. ആത്മാവ് തന്നെയാണ് സുഖദുഃഖം അനുഭവിക്കുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്. ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ഈ സമയം നിങ്ങൾ ദുഃഖിയായതുകൊണ്ടാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. സത്യുഗത്തിൽ നമ്മൾ വളരെ സുഖികളായിരിക്കുമെന്ന് അറിയാം. നമുക്ക് വീണ്ടും ദുഃഖധാമത്തിലേക്ക് പോകണമെന്ന് സത്യുഗത്തിൽ അറിയില്ല. നമ്മൾ എങ്ങനെ സുഖത്തിലേക്ക് വന്നു, എത്ര ജന്മങ്ങളെടുക്കും എന്നൊന്നും അവിടെ അറിയില്ല. ഉയർന്നത് ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈശ്വരന്റെ സന്താനങ്ങളായത് കാരണം ഈശ്വരൻ നോളജ്ഫുൾ ആയതുപോലെ നിങ്ങളും നോളജ്ഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ നമ്പർ വാർ ഈശ്വരീയ സന്താനങ്ങളാണ്. ചിലർ വളരെ ലഹരിയുള്ളവരാണ്. അവർ മനസ്സിലാക്കുന്നു നമ്മൾ ബാബയുടെ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ശ്രീമതമനുസരിച്ച് നടക്കുന്നുവോ അത്രത്തോളം ശ്രേഷ്ഠമായി മാറും. ബാബ കുട്ടികൾക്ക് സന്മുഖത്ത് മനസ്സിലാക്കി തരികയാണ്. കുട്ടികളെ ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. ദേഹി അഭിമാനിയായി നിരന്തരം ഓർമ്മിക്കൂ. ബാബ സദാ സുഖദാതാവാണ്. ബാബ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകുന്നില്ല. കുട്ടികളുടെ തലകീഴായ പെരുമാറ്റത്തിലൂടെയാണ് ദുഃഖമുണ്ടാകുന്നത്. അച്ഛന് ദുഃഖം നൽകാൻ സാധിക്കില്ലല്ലോ. ചിലർ പറയുന്നു, അല്ലയോ ഭഗവാനെ, ഒരു കുട്ടിയെ നൽകൂ, എന്നാൽ ഞങ്ങളുടെ കുലം വൃദ്ധി പ്രാപിക്കും. കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവനവൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ് ദുഃഖമുണ്ടാകുന്നത്. ബാബ നിങ്ങൾ കുട്ടികളെ ഇപ്പോൾ വളരെ സുഖികളാക്കി മാറ്റുകയാണ്. ബാബ പറയുന്നു, ശ്രീമതം പാലിക്കൂ. ആസുരീയ മതം അനുസരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നു. കുട്ടികൾ അച്ഛൻ്റെയോ ടീച്ചറുടെയോ അഥവാ മുതിർന്നവരുടെയോ ആജ്ഞ പാലിക്കാത്തപ്പോഴാണ് ദുഃഖിതരാകുന്നത്. സ്വയം തന്നെ ദുഃഖിയായി മായയുടെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് ഈശ്വരന്റെ ശ്രീമതം ലഭിക്കുന്നത്. മായ പകുതി കൽപ്പമായി മതം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ബാബ ഒരു തവണയാണ് മതം നൽകുന്നത്. മായയുടെ മതമനുസരിച്ച് നടന്ന് 100% ദുർഭാഗ്യശാലികളായി മാറുന്നു. നല്ല നല്ല പൂക്കൾ അവരുടെ ലഹരിയിൽ തന്നെ മുഴുകിയിരിക്കും. നമ്പർ വാറാണല്ലോ. ചില ഈയാമ്പാറ്റകൾ ബാബയുടേതായി മാറി ശ്രീമതം പാലിക്കുന്നു. പാവപ്പെട്ടവർ തന്നെയാണ് അവനവന്റെ കണക്ക് പുസ്തകം എഴുതുന്നത്. ധനവാന്മാർക്ക് നമ്മുടെ പൈസ എടുക്കുമോ എന്ന പേടിയുണ്ട്. അതിനാൽ ധനവാന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബാബ പറയുന്നു, ഞാൻ പാവപ്പെട്ടവരുടെ നാഥനാണ്. ദാനവും എപ്പോഴും പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്.
സുദാമയുടെ ഉദാഹരണമുണ്ടല്ലോ. ഒരു പിടി അവിൽ നൽകി പകരം കൊട്ടാരം കൊടുത്തത്. നിങ്ങളാണ് പാവപ്പെട്ടവർ. ആർക്കെങ്കിലും 25-50 രൂപയുണ്ടെങ്കിൽ അതിൽ നിന്ന് 20-25 പൈസ കൊടുക്കുന്നു. ധനവാന്മാർ 50,000 തരികയാണെങ്കിലും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ബാബയെ പാവപ്പെട്ടവരുടെ നാഥൻ എന്ന് പറയുന്നത്. നമുക്ക് സമയം ലഭിക്കുന്നില്ല എന്ന് ധനവാന്മാർ പറയുന്നു. കാരണം അവർക്ക് പൂർണ്ണ നിശ്ചയമില്ല. നിങ്ങളാണ് പാവപ്പെട്ടവർ. പാവപ്പെട്ടവർക്ക് ധനം ലഭിക്കുന്നതിലൂടെ സന്തോഷമുണ്ടാകുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇവിടെയുള്ള പാവപ്പെട്ടവർ സത്യുഗത്തിൽ ധനവാന്മാരായി മാറുന്നു. ഇവിടത്തെ ധനവാന്മാർ സത്യുഗത്തിൽ പാവപ്പെട്ടവരായി മാറുന്നു. പലരും ചോദിക്കുന്നു, നമ്മൾ യജ്ഞത്തെയാണോ അതോ കുടുംബത്തെയാണോ സംരക്ഷിക്കേണ്ടത്? ബാബ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കൂ. നിങ്ങൾ ഈ സമയം പാവപ്പെട്ടവരായത് നല്ലതാണ്. ധനവാന്മാരായിരുന്നെങ്കിൽ ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കാൻ സാധിക്കില്ലായിരുന്നു. സന്യാസിമാർ ഇങ്ങനെ പറയില്ല. സന്യാസിമാർ പൈസ വാങ്ങിയാണ് അവരുടെ സമ്പാദ്യം ഉണ്ടാക്കുന്നത്. ശിവബാബ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഈ കെട്ടിടങ്ങളെല്ലാം നിങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്നും ആരുടെയും സമ്പാദ്യമല്ല, താൽക്കാലികമാണ്. കാരണം അവസാന സമയം നിങ്ങൾ കുട്ടികൾക്ക് ഇവിടെയാണ് വന്നിരിക്കേണ്ടത്. നമ്മുടെ ഓർമ്മചിഹ്നവും ഇവിടെയാണ്. അതുകൊണ്ട് അവസാന സമയം ഇവിടെ വന്നാണ് വിശ്രമിക്കുന്നത്. യോഗയുക്തമായവരാണ് ബാബയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അവർക്ക് സഹയോഗവും ലഭിക്കുന്നു. ബാബയുടെ സഹയോഗം ഒരുപാട് ലഭിക്കുന്നു. നിങ്ങൾക്ക് മധുബനിലിരുന്നാണ് വിനാശം കാണേണ്ടത്. തുടക്കത്തിൽ ബാബ നിങ്ങൾ കുട്ടികളെ ആനന്ദിപ്പിച്ചതുപോലെ അവസാന സമയവും ആനന്ദിപ്പിക്കും. ഒരുപാട് സ്നേഹിക്കും. വൈകുണ്ഠത്തിന്റെ സമീപത്തിരിക്കുന്നത് പോലെ തോന്നും. നമ്മൾ യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം വിനാശമുണ്ടാകും. നമ്മൾ ഈ രാജകുമാരനായി മാറാൻ പോവുകയാണെന്നുള്ള സന്തോഷം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരിക്കണം. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള പൂക്കളുണ്ട്. ഞാൻ എത്രത്തോളം ജ്ഞാനത്തിന്റെ സുഗന്ധം വ്യാപിപ്പിക്കുന്നുണ്ടെന്ന് ഓരോ കുട്ടികളും മനസ്സിലാക്കണം. ജ്ഞാനയോഗത്തിന്റെ പഠിപ്പ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നവർ ഉള്ളിൽ സന്തോഷിക്കുന്നു. ഇവരേത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് ബാബയ്ക്കറിയാം. അവർക്ക് എത്രത്തോളം ഉന്നതി പ്രാപിക്കാൻ സാധിക്കും. ഈയാമ്പാറ്റകളായി മാറുന്നവരുടെ അവസ്ഥയാണ് ഉയരുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, മായയുടെ കൊടുങ്കാറ്റ് ഒരുപാട് വരും. അതിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കണം. ഇപ്പോൾ ഈ രാജയോഗം പരമപിത പരമാത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. പരമാത്മാവ് ആത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. പരമാത്മാവ് വന്ന് നമ്മൾ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരുന്നു. ആത്മാവിന് ജ്ഞാനമുണ്ട്. ഞാൻ ആത്മാവ് എൻ്റെ സഹോദര ആത്മാവിനാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അച്ഛൻ തൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ നമ്മളും ആത്മാവാണ്. ബാബ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ മറ്റാത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നാൽ ആത്മാവെന്ന നിശ്ചയമില്ലാത്തത് കാരണം സ്വയം മനുഷ്യനാണെന്ന് മനസ്സിലാക്കി മനുഷ്യർക്ക് തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ബാബയാകുന്ന പരമാത്മാവ് നിങ്ങൾ ആത്മാക്കളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആത്മാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ദേഹി അഭിമാനിയായി കേൾപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അമ്പ് പോലെ തറയ്ക്കും. അഥവാ സ്വയം ദേഹി അഭിമാനിയായിരിക്കാൻ സാധിക്കില്ല എങ്കിൽ ധാരണ ചെയ്യിപ്പിക്കാനും സാധിക്കില്ല. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. നമ്മൾ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് കേൾക്കുന്നത് എന്ന് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളോടാണ്
അതായത് കുട്ടികളോടാണ് സംസാരിക്കുന്നത്. ബാബയുടെ ആജ്ഞയാണ് അശരീരിയായി മാറൂ. ദേഹാഭിമാനം ഉപേക്ഷിച്ച് എന്നെ ഓർമ്മിക്കൂ. ബാബ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്, ശരീരത്തോടല്ല എന്നത് ബുദ്ധിയിലുണ്ടാവണം. സ്ത്രീയാണെങ്കിലും ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടേതായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിൽ വളരെയധികം സൂക്ഷ്മ ബുദ്ധി ആവശ്യമാണ്. ഞാൻ ആത്മാവ് എന്റെ സഹോദരാത്മാവിനാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. സഹോദരാത്മാവിന് വഴി പറഞ്ഞു കൊടുക്കണം. ആത്മാവിന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന ഭാവമുണ്ടെങ്കിൽ അമ്പ് പോലെ തറയ്ക്കും. ദേഹത്തെ കണ്ട് കേൾപ്പിക്കുമ്പോൾ ആത്മാവ് കേൾക്കില്ല. ഞാൻ ആത്മാവിനോടാണ് സംസാരിക്കുന്നതെന്ന മുന്നറിയിപ്പ് ആദ്യം തന്നെ കൊടുക്കൂ. ആത്മാവിനെ പുരുഷനെന്നോ സ്ത്രീയെന്നോ പറയില്ല. ആത്മാവ് വേറിട്ടതാണ്. പുരുഷനെന്നും സ്ത്രീയെന്നും ശരീരത്തിലൂടെയാണ് അറിയുന്നത്. ബ്രഹ്മാവിനെയും സരസ്വതിയെയും പുരുഷനെന്നും സ്ത്രീയെന്നും പറയുന്നു. എന്നാൽ ശിവബാബയെ പുരുഷനെന്നോ സ്ത്രീയെന്നോ പറയാൻ സാധിക്കില്ല. ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരുന്നു. ഉയർന്ന ലക്ഷ്യമാണ്. പോയിന്റുകൾ വളരെ കടുത്തതാണ്. ആത്മാവിന് ഇഞ്ചക്ഷൻ കൊടുത്താൽ ദേഹാഭിമാനം ഇല്ലാതാകുന്നു. ഇല്ലെങ്കിൽ സുഗന്ധം വരില്ല, ശക്തി ഉണ്ടായിരിക്കില്ല. കാര്യം വളരെ ചെറുതാണ്. ബാബ പറയുന്നു, നിങ്ങൾക്ക് തിരിച്ചു പോകണം. അതിനാൽ ദേഹി അഭിമാനിയായി മാറൂ. മന്മനാ ഭവ. പിന്നെ മധ്യാജി ഭവ സ്വതവേ തന്നെ വന്നു ചേരും. ഇപ്പോൾ വളരെ സൂക്ഷ്മമായ ബുദ്ധിയാണ് ലഭിക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മന്ഥനം ചെയ്യണം. പകൽ സേവനം ചെയ്യണം. കാരണം കർമ്മയോഗികളാണ്. നിദ്രയെ ജയിക്കുന്നവരായി മാറൂ എന്നെഴുതി വച്ചിട്ടുണ്ട്. രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ് സമ്പാദിക്കൂ. പകൽ സമയത്ത് മായയുടെ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അമൃതവേളയിൽ വായുമണ്ഡലം വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് എഴുന്നേറ്റ് വിചാരസാഗര മന്ഥനം ചെയ്യുന്നു എന്ന് ആരും ബാബയ്ക്ക് എഴുതുന്നില്ല. വളരെ പരിശ്രമമുണ്ട്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നു. ഇവിടെ പരിധിയുള്ള അധികാരികളാണ്. വെള്ളത്തിന്റെ അതിർത്തിയുടെ കാര്യത്തിൽ പോലും എത്ര ബഹളമാണ് ഉണ്ടാകുന്നത്. പരസ്പരം ശത്രുതയാണ്. പരസ്പരം സഹോദരന്മാരാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും ഒന്നാണെന്ന് വെറുതെ പറയുന്നു. എങ്ങനെ ഒന്നാകാനാണ്? അനേക ആത്മാക്കളുണ്ട്. എല്ലാവർക്കും അവനവന്റെ പാർട്ടാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. കൽപ്പം മുൻപും ഇവിടെയായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. ഒരില അനങ്ങുന്നതും ഡ്രാമ അനുസരിച്ചാണ്. ഓരോ ഇലയും പരമാത്മാവല്ല ഇളക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ ശേഷം പിന്നീട് മനസ്സിലാക്കി കൊടുക്കൂ. നമ്മൾ ഈയാമ്പാറ്റകളായി മാറിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ബാബയുടെ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. തന്റെ പൈസ പാപകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. ദേഹി അഭിമാനിയായി മാറി കേൾക്കുന്നതിലൂടെയും കേൾപ്പിക്കുന്നതിലൂടെയും നല്ല ധാരണ ഉണ്ടായിരിക്കും. 2. നിദ്രയെ ജയിക്കുന്നവരായി മാറണം. രാത്രിയിൽ ഉണർന്നിരുന്ന് സമ്പാദിക്കണം. വിചാരസാഗര മന്ഥനം ചെയ്യണം. അനാവശ്യമായ ഒരു കാര്യത്തിലും തന്റെ സമയം പാഴാക്കരുത്. വരദാനം: തപസ്സിലൂടെ തന്റെ വികർമ്മങ്ങൾ
അഥവാ തമോ ഗുണ സംസ്കാരങ്ങളെ ഭസ്മമാക്കുന്ന തപസ്വി മൂർത്തിയായി ഭവിക്കട്ടെ. ഇപ്പോൾ ഈശ്വരീയ പാലനയുടെ കർത്തവ്യം നടക്കുകയാണ്. ഇങ്ങനെ അവസാനം തപസ്യയിലൂടെ തന്റെ വികർമ്മങ്ങളെയും ഓരോ ആത്മാവിന്റെയും തമോ ഗുണീ സംസ്കാരം അഥവാ പ്രകൃതിയുടെ തമോ ഗുണത്തെ ഭസ്മമാക്കാനുള്ള കർത്തവ്യം നടക്കുകയാണ്. ഇതിനായി സദാ ഏകരസ സ്ഥിതിയുടെ ആസനത്തിൽ സ്ഥിതി ചെയ്ത് തന്റെ തപസ്വി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കൂ. താങ്കളുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ദേഹാഭിമാനത്തിന്റെ ത്യാഗവും ആത്മാഭിമാനി ആകുന്നതിനുള്ള തപസ്യയും പ്രത്യക്ഷ രൂപത്തിൽ കാണപ്പെടട്ടെ. സ്ലോഗൻ: സംസ്കാരങ്ങളുടെ ഉരസലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ബാലകന്റെയും അധികാരിയുടെയും സന്തുലനം വയ്ക്കൂ. അവ്യക്ത സൂചന: സദാ ഹർഷിതമായിരിക്കുന്നതിന് തന്റെ സ്വഭാവം സരളമാക്കൂ, സഹനശീലരാകൂ. ബാബയെ ഭോലാനാഥൻ എന്ന് പറയുന്നു. എന്നാൽ നേരിടാനാവാത്ത തരം നിഷ്കളങ്കനല്ല. നിഷ്കളങ്കരുടെ നാഥനോടൊപ്പം സർവശക്ത അധികാരിയുമാണ്. താങ്കളും തന്റെ ശക്തി സ്വരൂപം മറന്ന് വെറും നിഷ്കളങ്കരാകരുത്. ഇല്ലെങ്കിൽ മായയുടെ ഗ്രഹമായി പോകും. ഇങ്ങനെ ശക്തി സ്വരൂപമാകൂ. മായ നേരിടുന്നതിനു മുൻപേ നമസ്കാരം പറഞ്ഞു പോകട്ടെ. വളരെ സൂക്ഷ്മതയുള്ള ശ്രദ്ധാലു സമർത്ഥരാകൂ. ഓം ശാന്തി.